നമ്മുടെ രാജ്യത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് DMRC, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അഥവാ ഡൽഹി മെട്രോ എന്ന് പറയുന്ന സ്വപ്ന പദ്ധതി ഉണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാക്കിയ കമ്പനി. കേന്ദ്ര സർക്കാരും ഡൽഹി ഭരണകൂടവും സംയുക്തമായി നടപ്പിലാക്കിയ ഡൽഹി മെട്രോ എന്ന് പറയുന്ന സ്വപ്ന പദ്ധതി ഏതാണ്ട് 1995 യാഥാർത്ഥ്യമായ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് നടപ്പിലാക്കി അത് വിജയകരമായി ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽ മാർഗങ്ങളിൽ ഒന്നായി അതിനെ ഇന്ന് അവതരിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് ഡൽഹി മെട്രോ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഡൽഹി മെട്രോയ്ക്ക് 350 കിലോമീറ്റർ വരുന്ന നെറ്റ്വർക്കുണ്ട്, 257 സ്റ്റേഷൻ, 10 കളർ കോഡഡ് ലൈനുകൾ, 10 ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും 5 വീതം ഉള്ള ലൈനുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, സമീപ നഗരങ്ങളായ നോയിഡ, ഗുരുഗ്രാം, ഗാസിയാബാദ്, ഫരീദാബാദ് തുടങ്ങിയ നഗരങ്ങളുമായിട്ടും ഈ ഡൽഹി മെട്രോ വഴി ഡൽഹിയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഡൽഹി മെട്രോയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഡൽഹി മെട്രോ ഇപ്പോൾ അങ്ങ് വേറെ ലെവലാവുകയാണ്. അത് മറ്റേ രാജമാണിക്യം സിനിമയിൽ പറയുന്നത് പോലെ സാധനം റോമിംഗ് ആണ്. ഡൽഹി വിട്ട് ഇന്ത്യ വിട്ട് പോവുകയാണ് ഡൽഹി മെട്രോ. അപ്പോൾ പോകുമ്പോൾ ആ പേരും കൂടി അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഡൽഹി മെട്രോ DMRC എന്ന പേര് മാറ്റിയിട്ട് DMIL എന്ന പേരാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഡൽഹി മെട്രോ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വേറെ അന്താരാഷ്ട്ര പരിപാടിയാണ്. അപ്പോൾ ഡൽഹി മെട്രോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാജ്യത്തകത്തെ മെട്രോ സംബന്ധമായ പണികൾ ഏറ്റെടുത്ത് നടപ്പാക്കുക, മെട്രോ സർവീസുകൾ സ്ഥാപിക്കുക എന്നൊക്കെയുള്ളതാണ് അവരുടെ പരിപാടി. അപ്പോൾ അവർ ഡൽഹിയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാര്യം കൊച്ചി മെട്രോ, അതേപോലെ ജയ്പൂർ മെട്രോ, പാട്ന മെട്രോ, ഇതിൻ്റെയൊക്കെ പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് ഡൽഹി മെട്രോ ആയിരുന്നു, DMRC ആയിരുന്നു. നമ്മുടെ ശ്രീധരൻ ചേട്ടൻ്റെയൊക്കെ അറിയാമല്ലോ, പാലക്കാടൊക്കെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശ്രീധരൻ. അപ്പോൾ പുള്ളിക്കാരനൊക്കെ ഈ DMRCയുടെ സ്വന്തം ആളാണ്. അപ്പോൾ അങ്ങനെയാണ് കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഈ ശ്രീധരൻ നമ്മുടെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെ ഡൽഹി മെട്രോ റെയിൽ ലിമിറ്റഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ അവരിപ്പോൾ രാജ്യത്തിനപ്പുറമുള്ള ചില ഓഫറുകൾ ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പേരും തന്നെ അങ്ങോട്ടൊന്ന് മാറ്റി. അതായത് നേരത്തെ ഉള്ള ഒരു പേര് എന്ന് പറയുന്നത് ഡൽഹി മെട്രോ ലാസ്റ്റ് മൈൽ സർവീസസ് ലിമിറ്റഡ് എന്നായിരുന്നു. അതായത് വിദേശ പരിപാടികളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ഒരു പദ്ധതിയായിരുന്നു, അങ്ങനെ ഒരു പേരാണ് ആദ്യം സ്വീകരിച്ചിരുന്നത്. അതിപ്പോൾ പുനർനാമകരണം ചെയ്ത് DMIL എന്ന പേരാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം ഈ DMILൻ്റെ ആദ്യ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും UK യും ബ്രിട്ടൻ, ഈ 2 രാജ്യങ്ങളിലും ഈ മെട്രോ റെയിൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവിടെ നേരത്തെ ഉണ്ട് മറ്റു പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് DMIL അവരുടെ സേവനം ലഭ്യമാക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് വെച്ചാൽ സാധ്യതാ പഠനം, ഇവിടെ ഒരു മെട്രോ റെയിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നേട്ടമുണ്ടാകുമോ, അതുകൊണ്ട് നഷ്ടമുണ്ടാകുമോ, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം, പിന്നെ DPR എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്, പൂർണ്ണമായ പദ്ധതി രേഖ സമർപ്പണം, പിന്നെ ബിഡ് മാനേജ്മെൻറ്റ്, ഏതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വായ്പ എടുക്കണം, ആരെയൊക്കെ ഓഹരി പങ്കാളിയാക്കണം, ഇത്തരം കാര്യങ്ങളിലുള്ള നിർദ്ദേശം കൊടുക്കുക. പിന്നെ പ്രോജക്റ്റ് സൂപ്പർവിഷൻ, അപ്പോൾ പൈസയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മേൽനോട്ടം വഹിക്കുക. പിന്നെ ഓപ്പറേഷണൽ അഡ്വൈസ്, സംഭവം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനം തുടങ്ങണമല്ലോ, അപ്പോൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. പിന്നെ സ്റ്റാഫിന് ട്രെയിനിങ്, ജീവനക്കാർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക. എനർജി എഫിഷ്യൻസി, ഊർജ ലാഭം ഉണ്ടാക്കുക. അതായത് നമ്മുടെ കൊച്ചി മെട്രോ അറിയാമല്ലോ, മൊത്തം സോളാറാണ്, നോക്കുന്നിടത്തൊക്കെ സോളാർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈ UN-ൻ്റെ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന അംഗീകാരം കിട്ടിയ സ്ഥാപനം കൂടിയാണ് DMRC. കാരണം അവരുടെ പ്രോജക്റ്റുകളിലെല്ലാം തന്നെ സോളാർ എനർജി അത് ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ എമിഷൻ, അതായത് ഈ ഹരിതഗ്രഹവാതകങ്ങളെന്ന് പറയുമല്ലോ, നമ്മുടെ അന്തരീക്ഷ താപം വർദ്ധിപ്പിക്കുന്ന, അത് പരമാവധി ലഘൂകരിച്ചുകൊണ്ട് ഉള്ള പരിപാടിയാണ് നമ്മുടെ DMRC നടപ്പിലാക്കിയേക്കുന്നത്. അതുകൊണ്ട് എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ചെറുക്കുക, ഇതൊക്കെ DMRCയുടെ പരിപാടിയാണ്. പിന്നെ ഡിജിറ്റൽ ഇന്നൊവേഷൻ, പുതിയ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് ഏജൻസിക്ക് വേണ്ട പോളിസിയും അഡ്വൈസും കൊടുക്കുക. ഏതെങ്കിലും സർക്കാർ ഏജൻസി ഇത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട നയവും അവർക്ക് വേണ്ട ഉപദേശവും കൊടുക്കുക. ഈ പരിപാടികളൊക്കെയാണ് DMIL, ഡൽഹി മെട്രോ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, ഓസ്ട്രേലിയയിലും UK യിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുമല്ല, നമുക്ക് വേറെയും ചില രാജ്യങ്ങളിൽ ഈ പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ് അറിയാമല്ലോ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, അതേപോലെ സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്കൻ
രാജ്യങ്ങൾ അവിടെയൊക്കെ നമുക്ക് DMRCക്ക് ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ടുള്ള ആലോചനയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ DMRC പതിവ് പോലെ നമ്മുടെ രാജ്യത്തെ അകത്തെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ തുടരുക തന്നെ ചെയ്യും. പക്ഷേ DMIL എന്ന് പറയുന്നത് വിദേശത്ത് പോയി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് DMRCയുടെ നിലവിലെ വിഭവങ്ങൾ ഉപയോഗിക്കുകയും നിലവിലെ ജീവനക്കാരെയോ എഞ്ചിനീയർമാരെയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ പങ്കാളികളാക്കും. അതോടൊപ്പം പൂർണ്ണമായും വിദേശത്ത് അവരുടെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള പ്രവർത്തനമായിരിക്കും നടക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി ഇനി പറയാം. നമ്മുടെ മുംബൈ മെട്രോ മൂന്നാമതൊരു മെട്രോ കൂടി അവിടെ മുംബൈയിൽ വരുന്നു. അതേപോലെ ചെന്നൈ മെട്രോയ്ക്ക് രണ്ടാമതൊരു പതിപ്പ് കൂടി വരുന്നു. അപ്പോൾ ഇതൊക്കെ DMRC തന്നെ ഏറ്റെടുത്ത് നടപ്പും. അതിൽ ഈ DMIL പങ്കാളിത്തമൊന്നും ഉണ്ടാകില്ല. അത് വേർപിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് വലിയ ലാഭകരമാണ് എന്നുള്ളതാണ്. അതായത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, തിക്കും തിരക്കുമാണ്, വലിയ ലാഭകരമാണ് എന്നാണ് നമ്മൾ പൊതുവേ ധരിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പക്ഷേ കണക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഡൽഹി മെട്രോ ഉണ്ടാക്കിയ വരുമാനം എന്ന് പറയുന്നത് 6645 കോടി രൂപയാണ്. 2024-25 സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് 8150 കോടി. അപ്പോൾ ഇത്രയും വരുമാനം ഉണ്ടാക്കുമ്പോഴും അവർക്ക് 1598 കോടി രൂപയുടെ നഷ്ടമാണ് ആ സാമ്പത്തിക വർഷം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ JICA ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി അവരുടെ വായ്പ എടുത്തിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു എമൗണ്ട് അങ്ങോട്ടേക്ക് മാറും. അതുകൊണ്ട് അറ്റാദായം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ലോൺ എന്നാണ് അടച്ചു തീരുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഉള്ള ഒരു വരുമാന ലഭ്യതയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ലാഭകരമാകും എന്ന് തന്നെയാണ് പറയേണ്ടത്. ഏതായാലും ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന് അഭിമാനകരമായ ഒരു സംഘടനയാണ്, ഒരു പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും രാജ്യത്തിന് പുറത്ത് മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യയുടെ പേരും പ്രശസ്തിയും അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ DMIL, ഡൽഹി മെട്രോ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, അവർക്ക് കഴിയും എന്ന് തന്നെ നമുക്ക് കരുതാം.